പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്തിലെത്തി ഈസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചു. ആത്മനിർഭർ ഭാരതിലൂടെയുള്ള വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയായി ഉയർത്തുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പ്രതിരോധ മന്ത്രിയായി രണ്ടാമതും ചുമതലയേറ്റ ശേഷം രാജ്നാഥ് സിംഗ് ആദ്യമായി സന്ദർശനം നടത്തുന്നത് വിശാഖപട്ടണത്താണ്. ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന സന്നദ്ധത വിലയിരുത്തുന്നതിനായി ഈസ്റ്റേൺ നേവൽ കമാൻഡ് അദ്ദേഹം സന്ദർശിച്ചു. തന്റെ സന്ദർശനം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച രാജ്നാഥ് സിംഗ് INS ഡഗയിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. നാവികസേനയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തി സമുദ്ര സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് രണ്ടാം ഘട്ടത്തിലെ തന്റെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. സുരക്ഷാ സേനയിലെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രതിരോധ മന്ത്രി വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിമുക്ത ഭടന്മാരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകുന്ന 100 ദിവസത്തെ കർമ്മ പദ്ധതി ചർച്ച ചെയ്യാൻ ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി. രാജ്യത്തിന്റെ സംരക്ഷണവും ശാക്തീകരണവും ആത്മനിർഭർ ഭാരത വികസനവുമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. പ്രതിരോധ മേഖലയിലെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. 21,000 കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികൾ രാജ്യം കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയായി ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.